പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷാണ് ഇന്നിത് പ്രഖ്യാപിച്ചത്. അത് കഴിഞ്ഞപ്പോൾ പത്രക്കാർ ചോദിച്ച ചോദ്യങ്ങളിലൊന്ന് വേറിട്ട് നിന്നു. അത് സ്വരാജ് സമ്മതിച്ചോ എന്നായിരുന്നു. അങ്ങനെ ഒരു ചോദ്യത്തിന് ഒരു പ്രസക്തിയുമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാവുമ്പോൾ പ്രത്യേകിച്ച് ഒരു പ്രസക്തിയുമില്ല, അതൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ ആ ചോദ്യത്തിന്റെ പുറകിൽ ഒരു ലാക്കുണ്ട്, ഒരു ദുഷ്ടലാക്കുണ്ട്. അത് അവിടെ LDF തോൽക്കും, UDF ജയിക്കും എന്നുറപ്പിച്ച ഒരാളുടെ ചോദ്യമാണ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രചാരണം കെട്ടിപ്പടുക്കാനുള്ള ആദ്യത്തെ ശിലപാകലാണ്. ഇപ്പൊ തന്നെ മാധ്യമങ്ങൾ, വലതുപക്ഷ മാധ്യമങ്ങൾ അത് ആരംഭിച്ചിരിക്കും, അവരുടെ സോഷ്യൽ മീഡിയ അത് ആരംഭിച്ചിരിക്കും. നാളത്തെ വലതുപക്ഷ മാധ്യമങ്ങളും അങ്ങനെ തന്നെ ചിത്രീകരിക്കും. പരാജയപ്പെടാനുള്ള ഒരു പോരാട്ടത്തിലേക്കാണ് സ്വരാജിനെ നിയോഗിച്ചിരിക്കുന്നതെന്ന്. ആ ചിത്രീകരണത്തെക്കുറിച്ച്, ആ പ്രചാരണ രീതിയെക്കുറിച്ച് എന്തു പറയൂ ഇപ്പോൾ? അത് സത്യത്തിൽ വളരെ ദുഷ്ടലാക്കുള്ള ഒരു പ്രചരണ തന്ത്രമാണ്, ഒരു ദുഷ്ടലാക്കുള്ള തന്ത്രമാണ്. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ ഞാനീ പറഞ്ഞൊരു പൊതുവായ സാമൂഹ്യ മാറ്റം വളരെ പ്രകടമാണ്. ഇപ്പോൾ UDF അനുകൂല നിലപാട് സ്വീകരിക്കുന്നവരിൽ പോലും ഈ മാറ്റമുണ്ട്. അത് കാരണം വ്യക്തമാണ്. ഇപ്പോൾ UDF കേരളം ഭരിക്കുന്ന സമയത്ത് ഞാനൊരു ചെറിയ ഉദാഹരണം പറയുകയാണ്. പവർ കട്ട് ഉണ്ടായിരുന്നു. ആദ്യം അരമണിക്കൂർ, വൈദ്യുതി മന്ത്രി നിലമ്പൂരുമായിരുന്നു, അത് യാദൃശ്ചികം. ആദ്യം അരമണിക്കൂർ, പിന്നെ 1 മണിക്കൂർ, പിന്നെ അപ്രഖ്യാപിത കട്ട്. പക്ഷേ ഇപ്പം നോക്കൂ, 9 വർഷമായി അതില്ല. അപ്പോൾ കൊച്ചിയുടെ പവർ ഹൈവേ യാഥാർത്ഥ്യമായി. ഒരിക്കലും യാഥാർത്ഥ്യമാവില്ലെന്ന് കരുതി UDF ഗവൺമെൻറ് ഉപേക്ഷിച്ച പദ്ധതിയാണ്. ഈ ഗവൺമെൻറ് അത് യാഥാർത്ഥ്യമാക്കി. ഒട്ടേറെ ചെറുകിട വൈദ്യുത പദ്ധതികൾ കമ്മീഷൻ ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ പവർ കട്ടില്ല, ലോഡ് ഷെഡിംഗ് ഇല്ല. രാഷ്ട്രീയ കാരണം കൊണ്ട് LDFനെ എതിർക്കുന്ന ഒരാൾ പക്ഷേ പഴയ കാലം തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുമോ? അതാണ് എൻ്റെ ചോദ്യം. അവർ ഭരിച്ച കാലം, പവർ കട്ടുള്ള ഒരു കാലം ഒരിക്കലും അങ്ങനെ ആഗ്രഹിക്കില്ല. രാഷ്ട്രീയമൊക്കെ രാഷ്ട്രീയം, പക്ഷേ ഈ മാറ്റം അവർ സ്വീകരിക്കും. ഈ ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ, സ്കൂളുകളിലെ മാറ്റത്തിൻ്റെ കാര്യത്തിൽ, ആശുപത്രികളിലെ മാറ്റത്തിന്, ഇതിലൊക്കെ ഈ വസ്തുതയുണ്ട്. ഇതൊരു ഭാഗം. 2, നിലമ്പൂർ എന്ന മണ്ഡലം ഇപ്പോൾ ഈ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, പാർട്ടി ചിഹ്നത്തിലും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായും 2 നിലയിലും LDF വിജയിച്ചിട്ടുള്ള മണ്ഡലമാണ് നിലമ്പൂർ. പരാജയപ്പെട്ടിട്ടുമുണ്ട്, പക്ഷേ ഇങ്ങനെ വിജയിച്ച ഒരുപാട് അനുഭവങ്ങൾ അവിടെ ഉണ്ട്. ആ മണ്ഡലത്തിലെ ഈ ചരിത്ര വസ്തുതകളും ഒപ്പം ഇപ്പോൾ കേരളത്തിൽ വന്നിട്ടുള്ള വലിയ തോതിലുള്ള മാറ്റവും എല്ലാം വെച്ച് നോക്കിയാൽ LDF വിജയിക്കുമെന്ന കാര്യം നിസ്സംശയമാണ്. പക്ഷേ അത് അത്ര എളുപ്പമല്ല എന്ന് വരുത്താനുള്ളൊരു പരിശ്രമം നടക്കുകയാണ്. ആ പരിശ്രമത്തിൻ്റെ ഭാഗമാണ് ഒരു നിതാന്ത പ്രചരണം. ഒന്ന്, സ്ഥാനാർത്ഥിയെ കിട്ടുന്നില്ല LDFന്, സ്ഥാനാർത്ഥി ഇല്ല, സ്വരാജ് മത്സരിക്കാൻ സമ്മതിച്ചില്ല എന്നൊക്കെയാണ്. പാർട്ടിയുടെ ABCD അറിയുന്നവർ അങ്ങനെയൊന്നും പറയില്ല. ഒന്ന്, കേരളത്തിലെ ഒരു മണ്ഡലത്തിലും LDFന് സ്ഥാനാർത്ഥിയെ കിട്ടില്ല എന്ന് പറയാൻ പറ്റൂ. ജയിച്ചൊരു മണ്ഡലമാണത്. സുശക്തമായ പാർട്ടി സംവിധാനങ്ങളും ഇടതുപക്ഷ മുന്നണിയുടെ സാന്നിധ്യവും എല്ലാം ഉള്ളൊരു മണ്ഡലം, LDFൻ്റെ സിറ്റിംഗ് സീറ്റ്. പിന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ വൈകി, അതിന് യാതൊരു അടിസ്ഥാനവുമില്ല. ഇതാരാണ് തീരുമാനിക്കേണ്ടത്? ഒരു ചോദ്യമാണ്. ഇലക്ഷൻ കമ്മീഷനാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ള അവസാന സമയം തീരുമാനിച്ചിട്ടുള്ളത്. അത് നോമിനേഷൻ കൊടുക്കാനുള്ള അവസാന സമയം 2-ാം തീയതിയാണ്. 2-ാം തീയതി വരെ ആർക്കും സ്ഥാനാർത്ഥിയായിട്ട് നോമിനേഷൻ കൊടുക്കാം. LDF ഇതെല്ലാം മനസ്സിലാക്കി ചർച്ച ചെയ്തതിന് ശേഷം പാർട്ടി ആദ്യമേ തീരുമാനിച്ചു 30-ാം തീയതി നമ്മുടെ പ്രഖ്യാപിക്കാം എന്ന് തീരുമാനിച്ചു. അത് വേറൊന്നുമല്ല, 30-ന് പാർട്ടി സെക്രട്ടേറിയറ്റ് ഉണ്ട്. ഇക്കാര്യത്തിന് വേണ്ടി സെക്രട്ടേറിയറ്റ് വേറെ ദിവസം കൂടണ്ട, 30-ന് തന്നെ കൂടി നമുക്ക് പ്രഖ്യാപിക്കാം എന്ന നിലപാട് നമ്മൾ സ്വീകരിച്ചു. അപ്പോൾ പറയുന്നു, ഞങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ചു. അതവരുടെ അവകാശം. ഞാനങ്ങനെ പറയണമെന്ന് കരുതിയതല്ല, എങ്കിലും അതിന് പിന്നിലും ഒരു നിവൃത്തികേടുണ്ട്. കാരണം ഒരു ദിവസം വൈകിയാൽ, ഇപ്പോൾ തന്നെ 2 സ്ഥാനാർത്ഥികൾ വോട്ട് ചോദിച്ച് തുടങ്ങി, അപ്പോഴാണ് ഒരാളെ പ്രഖ്യാപിക്കേണ്ടി വന്നത്. ഒരു ദിവസം വൈകിയാൽ അത് കുറേ കൂടി മുന്നോട്ട് പോകും. പിന്നെ പിന്തിരിയാൻ പറ്റാത്ത സ്ഥിതി വരും, സംഘർഷങ്ങളുണ്ടാവും, കത്തിക്കുത്തുണ്ടാവും, ഇതൊക്കെ സംഭവിക്കും. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആളെ പ്രഖ്യാപിക്കുക എന്നത് അവരുടെ ഒരു നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. LDFൽ ആ പ്രശ്നമില്ല. LDFൽ നല്ല ഐക്യം, നല്ല കെട്ടുറപ്പ്, ആരും സ്വമേധയാ വോട്ട് ചോദിക്കാൻ വന്നിട്ടില്ല. അതുകൊണ്ട് സാധാരണ നിലയിലുള്ള സംഘടനാ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക എന്നതാണ്. അപ്പോഴാണ് ഈ ദുഷ്ടലാക്കുള്ള ചോദ്യം, ഞാൻ സമ്മതിച്ചോ എന്ന്. അത് പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഒരു രീതി അറിയാത്തത് കൊണ്ടാണ്. CPIM പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ പാർട്ടി തീരുമാനങ്ങൾ ഉത്തരവാദിത്തോടെ നടപ്പാക്കാൻ പ്രതിജ്ഞാബദ്ധരായിട്ടുള്ളവരാണ്. എന്നെ ഇങ്ങനെ ഒരു ചുമതല പാർട്ടി ഏൽപ്പിച്ചു എന്നതിൽ എനിക്ക് അഭിമാനമാണുള്ളത്, ചാരിതാർത്ഥ്യമാണുള്ളത്. ഒപ്പം ചില ആളുകൾ രാവിലെ എന്നോട്, ചില പത്രക്കാർ ചോദിച്ചു, UDFൻ്റെ ചില നേതാക്കന്മാർ ഞാനവിടെ മത്സരിക്കണം എന്നൊക്കെ പറയുകയും വെല്ലുവിളിക്കുകയൊക്കെ ചെയ്തു. ഞാൻ പറഞ്ഞതൊരു പുതിയ കാര്യമാണ്, പക്ഷേ എനിക്കതിൽ വലിയ സന്തോഷമുണ്ട്. ഞാനതിലൊരു പോസിറ്റീവായ കാര്യം കാണുന്നു. കാരണം
അവർ പറയുന്നത് ഇയാൾ മത്സരിക്കാൻ കൊള്ളാത്ത ഒരാളാണെന്നല്ല, അവരും പറയുകയാണ് ഇയാൾ നല്ല സ്ഥാനാർത്ഥിയാണ്, വേണം എന്ന് പറയുകയാണ്. ഞാനതിനെ സ്വാഗതം ചെയ്യുന്നു, അവരുടെ പിന്തുണയും അഭ്യർത്ഥിക്കുന്നു എന്ന് ഞാൻ പറയുകയുണ്ടായി. അപ്പോൾ ചില തെറ്റായ പ്രതീതികൾ ഇങ്ങനെ കൊണ്ടുവന്ന് ഇത് വലതുപക്ഷം എന്തോ മേൽക്കൈ ഉണ്ടാക്കാൻ പോകുന്നു എന്നൊക്കെ തോന്നിപ്പിക്കുകയാണ്. അത് നിലമ്പൂരിലെ ജനങ്ങൾ ശരിയായി തിരുത്തി കൊടുക്കും എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല.